നാളെ ജനുവരി 1 വ്യാഴാഴ്ച പുഷ്യശുദ്ധ ഏകാദശി 2026. ആദ്യ ദിവസം ഈ തവണ ജനുവരി 1 രോഹിണി നക്ഷത്രത്തോടുകൂടിയാണ് വന്നത്. ഇത് നല്ല കാര്യമല്ലെന്ന് ജ്യോതിഷികൾ പറയുന്നു. എന്നാൽ വീട്ടിലെ സ്ത്രീകൾ ഈ ദിവസം അബദ്ധത്തിൽ പോലും ഈ കറി പാകം ചെയ്താൽ വർഷം മുഴുവൻ കഷ്ടപ്പാടുകൾ അനുഭവിക്കും. ഈ ദിവസം അബദ്ധത്തിൽ ഈ കറി പാകം ചെയ്താലോ കഴിച്ചാലോ പുതുവർഷത്തിൽ കഷ്ടങ്ങൾ അനുഭവിക്കും. രോഗങ്ങൾക്ക് ഇരയാകും. പണമെല്ലാം ചെലവായി പോകും. കയ്യിൽ ഒരു പൈസ പോലും ബാക്കിയുണ്ടാകില്ല. അതുകൊണ്ട് ജനുവരി 1 സ്ത്രീകൾ ഈ കറി പാകം ചെയ്യരുത്, ആരും കഴിക്കരുത്. ഈ ദിവസം പാടില്ലെന്ന് പറഞ്ഞ് ഈ കറി പാകം ചെയ്താലോ കഴിച്ചാലോ 7 ജന്മങ്ങളിലെ ദാരിദ്ര്യം ഉണ്ടാകും. വർഷം മുഴുവൻ കടുത്ത ദാരിദ്ര്യം അനുഭവിക്കും. കടുത്ത വേദനകൾ അനുഭവിക്കും. കഷ്ടപ്പാടുകളിൽ മുങ്ങിപ്പോകും. വരാനിരിക്കുന്ന വർഷത്തിൽ പ്രശ്നങ്ങളും വേദനകളും കൊണ്ട് വലയും. ധനലക്ഷ്മി ദേവിയുടെ കോപത്തിന് ഇരയാകും. പുതുവർഷത്തിൽ രോഗങ്ങൾക്ക് ഇരയാകും. ചോദിച്ച് കഷ്ടപ്പാടുകൾ വരുത്തിവെക്കുന്നതിന് തുല്യമാകും. അതുകൊണ്ട് ആരും ഇന്ന് ഈ കറി പാചകം ചെയ്യരുത്, കഴിക്കുകയും ചെയ്യരുത്. ശ്രദ്ധിക്കുക. എന്തായാലും ജനുവരി 1 ഏത് കറി പാചകം ചെയ്യരുത്, ഏത് കറി കഴിക്കരുത് എന്നതിനെക്കുറിച്ച് ഇപ്പോൾ നമുക്ക് ഈ വീഡിയോയിൽ വിശദമായി മനസ്സിലാക്കാം. അതുമാത്രമല്ല, ജനുവരി 1 എന്ത് തെറ്റായ കാര്യങ്ങൾ ചെയ്യരുത്, ഏത് ഇലയിൽ വിളക്ക് വെക്കണം എന്ന കാര്യങ്ങളും മനസ്സിലാക്കാം. സുഹൃത്തുക്കളെ, നിങ്ങൾക്കുള്ള എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം ഈ വീഡിയോയിൽ തന്നെ ലഭിക്കും. ഇനി നിങ്ങൾ മറ്റ് വീഡിയോകൾക്കായി തിരയേണ്ട ആവശ്യമില്ല. വലിയ ഭാഗ്യമുണ്ടെങ്കിൽ മാത്രമേ ഇത്തരം വീഡിയോകൾ നമ്മളിലേക്ക് എത്തുകയുള്ളൂ. അതുകൊണ്ട് വീഡിയോ എവിടെയും സ്കിപ്പ് ചെയ്യാതെ പൂർണ്ണമായി കാണുക. ഓരോ കാര്യവും നിങ്ങൾക്ക് തീർച്ചയായും പ്രയോജനപ്പെടും. ഈ വിവരങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്ത് ഞങ്ങളുടെ ചാനലിനെ പിന്തുണയ്ക്കുക. കമന്റ് ബോക്സിൽ ഓം നമഃ ശിവായ എന്ന് കമന്റ് ചെയ്യുക. ജനുവരി 1 വർഷത്തിലെ ആദ്യ ദിവസമായതുകൊണ്ട് ഈ ദിവസം നല്ല കാര്യങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് വർഷം മുഴുവൻ നല്ലത് വരും. അതായത് അനാഥാലയങ്ങൾക്കും വൃദ്ധസദനങ്ങളിലേക്കും പണമോ അല്ലെങ്കിൽ ഏതെങ്കിലും ഭക്ഷണ സാധനങ്ങളോ ദാനമായി നൽകിയാൽ നിങ്ങൾക്ക് വളരെ നല്ലത് സംഭവിക്കും. ഒന്നും ചെയ്യാൻ കഴിയാത്തവർ ഈ ദിവസം 100 രൂപ നിങ്ങളുടെ വീടിനടുത്തുള്ള പാവപ്പെട്ടവർക്ക് നൽകുക. പാവപ്പെട്ട കുട്ടികൾക്ക് പുതിയ വസ്ത്രങ്ങൾ വാങ്ങി നൽകുക. അല്ലെങ്കിൽ ഒരു ചാക്ക് അരി വാങ്ങി പാവപ്പെട്ടവർക്ക് നൽകുക. ജനുവരി 1 ഇങ്ങനെ ആർക്കെങ്കിലും എന്തെങ്കിലും സഹായം ചെയ്താൽ നിങ്ങൾ പൂജകളൊന്നും ചെയ്യാതെ തന്നെ പുണ്യം ലഭിക്കും. പുതുവർഷത്തിൽ നിങ്ങൾക്ക് എല്ലാം നല്ലതായിരിക്കും. അതുകൊണ്ട് ജനുവരി 1 എല്ലാവരും നല്ല കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. ഇത് നമ്മുടെ തെലുങ്ക് പുതുവർഷം അല്ലെങ്കിൽ പോലും ഇംഗ്ലീഷ് പുതുവർഷം ആയതുകൊണ്ട് നല്ല കാര്യങ്ങൾ ചെയ്താൽ ഈ വർഷം മുഴുവൻ നിങ്ങൾക്ക് നല്ലതായിരിക്കും. ജനുവരി 1 എത്തിക്കഴിഞ്ഞു. ഈ വർഷം ഇതിനകം കടന്നുപോയി. സന്തോഷമുള്ളവർക്ക് സന്തോഷത്തോടെ കടന്നുപോയി. ദുഃഖിതരായവർക്ക് ദുഃഖത്തോടെ കടന്നുപോയി. എല്ലാ വർഷവും ചിലർക്ക് ദുഃഖങ്ങളും മറ്റു ചിലർക്ക് സന്തോഷങ്ങളും കൊണ്ടുവരുന്നു. കാരണം ഗ്രഹസ്ഥിതി കാരണം സന്തോഷമായിരിക്കുന്നവരുണ്ട്, അതുപോലെ ദുരിതങ്ങൾ അനുഭവിച്ചവരുമുണ്ട്. വർഷം എന്ന് പറയുമ്പോൾ എല്ലാവരിലും ഒരു പുതിയ ഉന്മേഷം വരും. പുതിയ വർഷത്തോടെ തങ്ങളുടെ ജീവിതവും പുതിയതും കൂടുതൽ സന്തോഷകരവുമാകണമെന്ന് എല്ലാവരും ആഗ്രഹിക്കുന്നു. ജനുവരി 1 തീയതി ചില കാര്യങ്ങൾ അബദ്ധത്തിൽ പോലും ചെയ്യരുത്. കാരണം നല്ലത് ചെയ്യുന്നത് എത്ര പ്രധാനമാണോ അത്രയും പ്രധാനമാണ് ചീത്ത സംഭവിക്കാതെ നോക്കുന്നതും. പുതുവർഷത്തിന്റെ ആദ്യ ദിവസം നിങ്ങളുടെ വീട്ടിൽ സമാധാനം നിലനിൽക്കണം. പ്രത്യേകിച്ച് ഭാര്യാഭർത്താക്കന്മാർക്കിടയിൽ ഒരു കാരണവശാലും വഴക്കുകൾ ഉണ്ടാകരുത്. ചെറിയ കാര്യങ്ങൾക്ക് തർക്കിക്കുകയോ ദേഷ്യപ്പെടുകയോ ചെയ്യരുത്. ഭാര്യാഭർത്താക്കന്മാർ ഐക്യത്തോടെ ഇരുന്നാൽ മാത്രമേ ലക്ഷ്മി ദേവി ആ വീട്ടിൽ സ്ഥിരമായി വസിക്കുകയുള്ളൂ. ജനുവരി 1 വീട്ടിൽ വഴക്കുണ്ടായാൽ വർഷം മുഴുവൻ ആ വഴക്കുകൾ തുടരുമെന്ന് ഒരു ചൊല്ലുണ്ട്. അതുപോലെ ഈ ദിവസം വീട്ടിലെ സ്ത്രീകൾ കണ്ണീരൊഴുക്കരുത്. സ്ത്രീ കണ്ണീരൊഴുക്കിയാൽ ആ വീടിന് ഐശ്വര്യവും സമ്പത്തും നഷ്ടപ്പെടുമെന്ന് ശാസ്ത്രം പറയുന്നു.
അതിനാൽ ഈ ദിവസം സ്ത്രീകളെ വിഷമിപ്പിക്കരുത്. അവരും അനാവശ്യ കാര്യങ്ങൾക്ക് ദുഃഖിക്കരുത്. അതുപോലെ ശാരീരിക ശുചിത്വത്തിന്റെ കാര്യത്തിലും ചില നിയമങ്ങൾ പാലിക്കണം. ജനുവരി 1-ാം തീയതി തലമുടി നീക്കം ചെയ്യുക, മുടി മുറിക്കുക, ഷേവ് ചെയ്യുക തുടങ്ങിയവ ചെയ്യരുത്. അതുപോലെ നഖങ്ങൾ മുറിക്കരുത്. ഇവ ദാരിദ്ര്യത്തിന്റെ സൂചനകളായി പറയപ്പെടുന്നു. ഇനി സാമ്പത്തിക കാര്യത്തിലേക്ക് വന്നാൽ, ഈ ദിവസം ആർക്കും കടം കൊടുക്കരുത്, ആരിൽ നിന്നും കടം വാങ്ങരുത്. വർഷത്തിന്റെ ആദ്യ ദിവസം ലക്ഷ്മീദേവിയെ പുറത്തേക്ക് അയച്ചാൽ, അതായത് കടം കൊടുത്താൽ, ആ വർഷം മുഴുവൻ ധനനഷ്ടം സംഭവിക്കാൻ സാധ്യതയുണ്ട്. അതിനാൽ ഈ മുൻകരുതലുകൾ തീർച്ചയായും പാലിക്കുക. ഈ ജനുവരി 1-ന് കുളിക്കുന്ന വെള്ളത്തിൽ വെറ്റിവർ വേരുകളോ ഒരു നുള്ള മഞ്ഞൾപ്പൊടിയോ ചേർത്ത് കുളിച്ചാൽ വർഷം മുഴുവൻ നിങ്ങൾക്ക് നല്ല ഫലങ്ങൾ ലഭിക്കുമെന്ന് പണ്ഡിതന്മാർ പറയുന്നു. വെറ്റിവർ വേരുകളെക്കുറിച്ച് എല്ലാവർക്കും അറിയാം. ആയുർവേദ കടകളിൽ ഈ വെറ്റിവർ വേരുകൾ വിൽക്കാറുണ്ട്. പലരും വെളിച്ചെണ്ണയിൽ ഈ വെറ്റിവർ വേരുകൾ ചേർത്ത് തലയിൽ തേക്കാറുണ്ട്. ഈ വെറ്റിവർ വേരുകളിൽ നിരവധി ഔഷധഗുണങ്ങളുണ്ട്. ജനുവരി 1-ന് ഈ വെറ്റിവർ വേരുകൾ വെള്ളത്തിൽ ചേർത്ത് 5 മിനിറ്റിനു ശേഷം ആ വെള്ളത്തിൽ കുളിച്ചാൽ വർഷത്തിലെ എല്ലാ ദാരിദ്ര്യവും മാറും. നിങ്ങളുടെ ശരീരത്തിലെ നെഗറ്റീവ് ഊർജം ഇല്ലാതാവുകയും ലക്ഷ്മി കടാക്ഷം ലഭിക്കുകയും ചെയ്യും. വെറ്റിവർ വേരുകൾ ലഭിക്കാത്തവർ ഒരു സ്പൂൺ മഞ്ഞൾ വെള്ളത്തിൽ കലക്കി കുളിക്കുക. ജനുവരി 1-ന് ഇതുപോലെ വെറ്റിവെർട്ട് അല്ലെങ്കിൽ മഞ്ഞൾ വെള്ളത്തിൽ കലർത്തി കുളിച്ചാൽ എല്ലാ പാപങ്ങളും ഇല്ലാതാവുകയും നിരവധി പുണ്യഫലങ്ങൾ ലഭിക്കുകയും ചെയ്യും. ജന്മജന്മാന്തരങ്ങളായുള്ള ദാരിദ്ര്യം ഇല്ലാതാകും. നിങ്ങളുടെ ജന്മം ധന്യമാകും. മാത്രമല്ല, ഇന്ന് വെള്ളത്തിൽ ഇത് ചേർത്ത് കുളിച്ചാൽ 1 മണിക്കൂറിനുള്ളിൽ നിങ്ങളുടെ ജാതകം മാറും. വരാനിരിക്കുന്ന പുതിയ വർഷത്തിൽ നിങ്ങൾക്ക് എല്ലാ നല്ല കാര്യങ്ങളും സംഭവിക്കും. വേണ്ടെന്ന് പറഞ്ഞാലും പണം വരും. ജനുവരി 1-ന് ഇങ്ങനെ കുളിച്ചാൽ നിങ്ങളുടെ ശരീരത്തിന് പുതിയ ഉന്മേഷം ലഭിക്കും. വരുന്ന വർഷം മുഴുവൻ നിങ്ങൾ ഉന്മേഷത്തോടെയിരിക്കും. ഏത് ജോലി ചെയ്താലും വിജയം നേടാനുള്ള ശക്തി നിങ്ങൾക്ക് ലഭിക്കും. അതിനാൽ എല്ലാവരും ജനുവരി 1 ദിവസം ഇങ്ങനെ കുളിച്ച് നല്ല ഫലങ്ങൾ നേടി വർഷം മുഴുവൻ സന്തോഷത്തോടെ ജീവിക്കുക. ഇന്ന്, അതായത് ജനുവരി 1 രാവിലെ വൈകി എഴുന്നേറ്റ് ഈ 2 കാര്യങ്ങൾ ചെയ്താൽ പുതിയ വർഷത്തിൽ പണത്തിന് കുറവുണ്ടാകില്ല. ലക്ഷ്മിദേവിയുടെ അനുഗ്രഹം ലഭിക്കും. പ്രത്യേകിച്ച് വിവാഹിതരായ സ്ത്രീകൾ ജനുവരി 1 രാവിലെ ഈ 2 കാര്യങ്ങൾ ചെയ്താൽ നിങ്ങളുടെ ഭർത്താവിന് വർഷം മുഴുവൻ നല്ലത് വരും. നിങ്ങളുടെ വീട്ടിൽ ധനം നിറഞ്ഞിരിക്കും. പണത്തിന് കുറവുണ്ടാകില്ല. തൊടുന്നതെല്ലാം പൊന്നാകും. ഇനി നിങ്ങൾക്ക് തിരിഞ്ഞു നോക്കേണ്ടി വരില്ലെന്ന് പണ്ഡിതന്മാർ പറയുന്നു. ജനുവരി 1 എന്നത് വർഷം ആരംഭിക്കുന്ന ദിവസമായതുകൊണ്ട് ഈ ദിവസം നല്ല കാര്യങ്ങൾ ചെയ്താൽ വർഷം മുഴുവൻ നല്ലത് വരുമെന്ന് ശാസ്ത്ര പണ്ഡിതന്മാർ പറയുന്നു. പ്രത്യേകിച്ച് കുടുംബം മുഴുവൻ നന്നായിരിക്കണമെങ്കിൽ വീട്ടിലെ ഗൃഹനാഥ് ഈ ദിവസം രാവിലെ എഴുന്നേറ്റയുടൻ ഈ 2 കാര്യങ്ങൾ ചെയ്യണമെന്ന് ശാസ്ത്രങ്ങൾ പറയുന്നു. സാധാരണയായി ജനുവരി 1-ന് എല്ലാവരും വൈകിയാണ് ഉറക്കമുണരുന്നത്. അങ്ങനെ വൈകി ഉറക്കമുണരുന്നവർക്കും ഈ 2 കാര്യങ്ങൾ ചെയ്യാവുന്നതാണ്. നേരത്തെ ഉറക്കമുണരുന്നവർക്കും ഈ പരിഹാരം ചെയ്യാവുന്നതാണ്. യഥാർത്ഥത്തിൽ എന്തു ചെയ്യണം? ആദ്യം സ്ത്രീകൾ ഇന്ന് രാവിലെ ഉണർന്നയുടൻ വീട് വൃത്തിയാക്കി നന്നായി കുളിച്ച് അതിനുശേഷം ഈ 2 കാര്യങ്ങൾ ചെയ്യുക. ഒന്നാമത്തെ കാര്യം, ഇന്ന് രാവിലെ അടുക്കളയിൽ പോയി ഗ്യാസ് അടുപ്പിൽ മഞ്ഞളും കുങ്കുമവും തൊടിക്കുക. ശേഷം അടുപ്പിൽ പാൽ തിളപ്പിക്കുക. ചായ കാപ്പി ഉണ്ടാക്കുന്നവരും ആദ്യം പാൽ തിളപ്പിച്ച ശേഷം ചായ കാപ്പി ഉണ്ടാക്കുക. കാരണം ഇന്ന് അടുക്കളയിൽ പാൽ തിളക്കണം. വർഷം ആരംഭിക്കുന്ന ഈ ദിവസം ആരുടെ വീട്ടിലാണോ പാൽ തിളപ്പിക്കുന്നത് അവരുടെ വീട്ടിൽ വർഷം മുഴുവൻ നല്ല കാര്യങ്ങൾ സംഭവിക്കുമെന്ന് ശാസ്ത്രങ്ങൾ പറയുന്നു. അതുകൊണ്ട് സ്ത്രീകൾ ജനുവരി 1-ന് രാവിലെ ഉണർന്നയുടൻ അടുക്കളയിൽ പാൽ തിളപ്പിക്കുക. ഇങ്ങനെ തിളപ്പിക്കുന്നതിലൂടെ വർഷം മുഴുവൻ നിങ്ങളുടെ വീട്ടിൽ ലക്ഷ്മി കടാക്ഷം ഉണ്ടാകും. ധനധാന്യങ്ങൾക്കും അഷ്ടൈശ്വര്യങ്ങൾക്കും കുറവുണ്ടാകില്ല. പാൽ എങ്ങനെയാണോ നിങ്ങളുടെ വീട്ടിൽ തിളയ്ക്കുന്നത്, അതുപോലെ നിങ്ങളുടെ കുടുംബത്തിൽ
ഐശ്വര്യങ്ങളും സമ്പത്തും അതുപോലെ തിളയ്ക്കുമെന്ന് നമ്മുടെ മുതിർന്നവർ പറയുന്നു. ഇനി രണ്ടാമത്തെ കാര്യം എന്തെന്നാൽ ഇന്ന് സ്ത്രീകൾ രാവിലെ ഭക്ഷണം പാചകം ചെയ്യുമ്പോൾ ഒരാൾക്ക് അധികം ഭക്ഷണം പാചകം ചെയ്യുക. ശേഷം നിങ്ങൾക്ക് ആരെങ്കിലും ഭിക്ഷാടകരോ ഭ്രാന്തന്മാരോ അല്ലെങ്കിൽ ഭക്ഷണം പോലും കഴിക്കാൻ കഴിയാത്ത ദാരിദ്ര്യത്തിൽ ഉള്ളവരോ കണ്ടാൽ അവർക്ക് ഭക്ഷണം നൽകുക. നമ്മുടെ ചുറ്റുപാടും ധാരാളം ആളുകൾ ദാരിദ്ര്യത്തിൽ കഴിയുന്നുണ്ട്. അവർക്ക് നമ്മൾ എന്തു കൊടുത്താലും വേണ്ടെന്ന് പറയാതെ സ്വീകരിക്കും. അങ്ങനെയുള്ളവർക്ക് ഇന്ന് ഒരു നേരത്തെ ഭക്ഷണം നൽകുക. ഇല്ല, ഞങ്ങളുടെ വീടിനടുത്ത് പാവപ്പെട്ടവരില്ലെന്ന് കരുതുന്നവർ തെരുവുകളിൽ അലയുന്ന തെരുവു നായ്ക്കൾക്ക് ആ ഭക്ഷണം നൽകുക. ജനുവരി 1 ഇങ്ങനെ ആരെങ്കിലും ഒരാളുടെ വിശപ്പ് മാറ്റിയാൽ അല്ലെങ്കിൽ മൃഗങ്ങളുടെ വിശപ്പ് മാറ്റിയാൽ വർഷം മുഴുവൻ നിങ്ങൾക്ക് നല്ലത് വരുമെന്ന് ശാസ്ത്രങ്ങൾ പറയുന്നു. ഇങ്ങനെ ഈ 2 കാര്യങ്ങൾ ചെയ്താൽ ലക്ഷ്മി ദേവി നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും അനുഗ്രഹിച്ച് സകല ഐശ്വര്യങ്ങളും നൽകും. അതുകൊണ്ട് എല്ലാവരും ജനുവരി 1 ഈ 2 കാര്യങ്ങൾ ചെയ്ത് നല്ല ഫലങ്ങൾ നേടി വർഷം മുഴുവൻ സന്തോഷത്തോടെ ജീവിക്കുക. ജനുവരി 1 വന്നെത്തി. ഈ വർഷം ഇതിനകം കടന്നുപോയി. സന്തോഷമുള്ളവർക്ക് സന്തോഷത്തോടെ കടന്നുപോയി, ദുഃഖിതർക്ക് ദുഃഖത്തോടെ കടന്നുപോയി. ഓരോ വർഷവും ചിലർക്ക് ദുഃഖങ്ങളും മറ്റുള്ളവർക്ക് സന്തോഷങ്ങളും കൊണ്ടുവരുന്നു. കാരണം ഗ്രഹങ്ങളുടെ സ്ഥാനം കാരണം സന്തോഷിക്കുന്നവരുണ്ട്, അതുപോലെ ദുരിതങ്ങൾ അനുഭവിച്ചവരുമുണ്ട്. വർഷം എന്ന് പറയുമ്പോൾ സംഗീതം എല്ലാവരിലും ഒരു പുതിയ ഉന്മേഷം വരുന്നു. പുതിയ വർഷത്തോടെ തങ്ങളുടെ ജീവിതവും പുതിയതും കൂടുതൽ സന്തോഷകരവുമാകണമെന്ന് എല്ലാവരും ആഗ്രഹിക്കുന്നു. ഈ ജനുവരി 1 അടുത്തുള്ള ദേവീക്ഷേത്രങ്ങളിലോ ശിവക്ഷേത്രത്തിലോ പോകുന്നത് വളരെ നല്ലതാണ്. വർഷം മുഴുവൻ പോസിറ്റീവായിരിക്കും. ഇന്ന് ശിവക്ഷേത്രത്തിൽ പോയി ശിവൻ പാലുകൊണ്ട് അഭിഷേകം ചെയ്താൽ വർഷം മുഴുവൻ അഷ്ടലക്ഷ്മിമാരുടെ അനുഗ്രഹം ലഭിക്കുകയും ഐശ്വര്യയോഗം ഉണ്ടാകുകയും ചെയ്യും. ധാരാളം ധനം സമ്പാദിക്കും. ശിവക്ഷേത്രം അടുത്തില്ലെങ്കിൽ ലക്ഷ്മിദേവി ക്ഷേത്രത്തിലോ ദേവീക്ഷേത്രത്തിലോ പോകാം. അല്ലെങ്കിൽ വിഷ്ണു ക്ഷേത്രങ്ങളിലും പോകാം. അതായത് വിഷ്ണു, രാമൻ, കൃഷ്ണൻ, വെങ്കടേശ്വര സ്വാമി, നരസിംഹസ്വാമി എന്നിങ്ങനെയുള്ള വിഷ്ണുവുമായി ബന്ധപ്പെട്ട ക്ഷേത്രത്തിൽ പോയി തുളസി ദളങ്ങൾ കൊണ്ട് പൂജ ചെയ്യിക്കുക. നിങ്ങൾ ഏത് അമ്പലത്തിൽ പോയാലും അവിടെ കുറച്ചുനേരം സമാധാനമായി ഇരുന്നതിനു ശേഷം വീട്ടിലേക്ക് വരിക. ഇന്ന് അമ്പലത്തിൽ കുടുംബത്തോടൊപ്പം പോകുന്നത് വളരെ നല്ലതാണ്. ജനുവരി 1 ഇങ്ങനെ ചെയ്താൽ വളരെ നല്ലത് സംഭവിക്കും. ഒരുപക്ഷെ അമ്പലത്തിൽ പോകാൻ കഴിഞ്ഞില്ലെങ്കിൽ കുറഞ്ഞത് വീട്ടിലെങ്കിലും പൂജ ചെയ്ത് പ്രാർത്ഥിക്കുക. കുടുംബം മുഴുവൻ ഒന്നിച്ച് പൂജ ചെയ്യുക. ഇങ്ങനെ ജനുവരി 1 കുടുംബം മുഴുവൻ ഒന്നിച്ച് അമ്പലത്തിൽ പോയാലും അല്ലെങ്കിൽ വീട്ടിലിരുന്ന് പൂജകൾ ചെയ്താലും വർഷം മുഴുവൻ വഴക്കുകൾ ഉണ്ടാകില്ല. ഐക്യത്തോടെ ഒന്നിച്ച് ജീവിക്കും. ജനുവരി 1 പശുവിൻ പ്രത്യേക ഭക്ഷണം നൽകിയാൽ പ്രത്യേക ഫലങ്ങൾ ലഭിക്കുമെന്ന് മുതിർന്നവർ പറയുന്നു. പശു പവിത്രതയുടെയും ശുഭത്തിന്റെയും പ്രതീകമാണ്. പശുവിന്റെ പാൽ, മൂത്രം, ചാണകം എന്നിവ വളരെ പവിത്രമാണ്. പശുവിനെ ദർശിച്ച ദിവസത്തിലെ കാര്യങ്ങൾ ആരംഭിക്കുന്നത് വളരെ ശുഭകരമായി കണക്കാക്കപ്പെടുന്നു. പുരാതന പവിത്ര ഭാരതീയ സംസ്കാരത്തിന്റെ സമ്പത്തിന്റെ പ്രതീകമാണ് ഗോമാതാവ്. ഭാരതീയർക്ക് പണ്ടുമുതലേ ആരാധനാമൂർത്തിയാണ്. മനുഷ്യരാശിക്ക് പശുവിനേക്കാൾ ഉപകാരം ചെയ്യുന്ന മറ്റൊരു മൃഗമില്ല. ഗോമാതാവിനെ ദൈവത്തിന്റെ രൂപമായി എല്ലാവരും കരുതുന്നു. ഹിന്ദു പാരമ്പര്യത്തിൽ പശുവിനെ ദൈവമായി ആരാധിക്കുന്നു. ജനുവരി 1 അരിപ്പൊടിയിൽ ശർക്കരയും അല്പം വെള്ളവും ചേർത്ത് പശുവിന് ആഹാരമായി നൽകുന്നത് മാനസിക സമാധാനം നൽകുന്നു. അതുപോലെ ജനുവരി 1 കുതിർത്ത തുവരപ്പരിപ്പ് പശുവിന് ആഹാരമായി നൽകുന്നത് നമ്മുടെ ദേഷ്യം കുറയ്ക്കുന്നു. ഈ ദിവസം കുതിർത്ത കുസുമ വിത്തുകൾ പശുവിന് ആഹാരമായി നൽകുന്നത് നമ്മൾ ചെയ്ത പാപങ്ങളെ അകറ്റുന്നു. കുതിർത്ത കടല ഈ ദിവസം പശുവിന് ആഹാരമായി നൽകുന്നത് നമ്മളിൽ ആത്മീയ ചിന്ത വളർത്തുന്നു.
റാഗിപ്പൊടിയും ശർക്കരയും ചേർത്ത് പശുവിന് നൽകിയാൽ നമ്മുടെ ദാരിദ്ര്യം ഇല്ലാതാകും. കുതിർത്ത ചെറുപയർ പശുവിന് ആഹാരമായി നൽകുന്നത് വിദ്യാഭ്യാസം മെച്ചപ്പെടുത്തുന്നു. ഈ ദിവസം വേവിച്ച ഉരുളക്കിഴങ്ങ് പശുവിന് ആഹാരമായി നൽകുന്നത് നരദോഷം ഇല്ലാതാക്കുന്നു. അതുപോലെ ഈ ദിവസം പശുവിന് ക്യാരറ്റ് ആഹാരമായി നൽകുന്നത് ബിസിനസ് വികസനത്തിന് സഹായിക്കുന്നു. ബീറ്റ്റൂട്ടും ചീരയും ചേർത്ത് പശുവിന് ആഹാരമായി നൽകുന്നത് ഐശ്വര്യം നൽകുന്നു. ജനുവരി 1 പശുവിന് വെള്ളരി ആഹാരമായി നൽകുന്നത് ശത്രുക്കളെ മിത്രങ്ങളാക്കുന്നു. തക്കാളി ആഹാരമായി നൽകുന്നത് വിവാഹ ഭാഗ്യം നൽകുന്നു. ഈ ദിവസം പശുവിന് വഴുതനങ്ങ ആഹാരമായി നൽകുന്നത് സന്താന ഭാഗ്യം നൽകുന്നു. ജനുവരി 1 കുതിർത്ത കാലിത്തീറ്റയും ചെറുപയറും പശുവിന് നൽകുന്നത് ബുദ്ധിശക്തി വർദ്ധിപ്പിക്കും. ജനുവരി 1 ഈ സാധനങ്ങൾ ഭക്തിയോടെ പശുക്കൾക്ക് സമർപ്പിച്ചാൽ നിങ്ങളുടെ പ്രശ്നങ്ങൾ എളുപ്പത്തിൽ മാറുകയും തലമുറകളോളം നിലനിൽക്കുന്ന ഐശ്വര്യവും ധനലാഭവും ഉണ്ടാകുകയും ചെയ്യും. ജനുവരി 1 സ്ത്രീകൾ രാവിലെ എഴുന്നേറ്റ് നന്നായി കുളിച്ച് തുളസി ചെടിയിൽ 2 തുള്ളി പാൽ ഒഴിച്ച ശേഷം ചെമ്പ് പാത്രത്തിൽ വെള്ളം ഒഴിച്ച് നമസ്കരിക്കണം. തുളസി പൂജ ചെയ്യണം. ജനുവരി 1 തുളസി ചെടിയിൽ വെള്ളം ഒഴിച്ചാൽ എല്ലാ പാപങ്ങളും നീങ്ങി ഈ പുതുവർഷം നിങ്ങൾക്ക് അനുഗ്രഹിക്കപ്പെടുമെന്ന് ഒരു വിശ്വാസമുണ്ട്. അതുകൊണ്ട് സ്ത്രീകൾ നിർബന്ധമായും ജനുവരി 1 തുളസി ചെടിയുടെ ചുവട്ടിൽ 2 തുള്ളി പാൽ ഒഴിച്ച ശേഷം വെള്ളം ഒഴിക്കുക. ഇങ്ങനെ ചെയ്യുന്നത് ഈ വർഷം മുഴുവൻ നിങ്ങൾക്ക് നല്ലതായിരിക്കും. അതുപോലെ ഈ ജനുവരി 1 വീടിന്റെ മുന്നിൽ രംഗോലി ഇടണം. ഈ കാര്യം മിക്കവാറും എല്ലാവർക്കും അറിയാം. ജനുവരി 1 ആകുമ്പോൾ എല്ലാവരുടെയും വീടിന് മുന്നിൽ രംഗോലി കാണാം. തെരുവുകളിൽ ഓരോ വീടിന് മുന്നിലും രംഗോലി ഉണ്ടാകും. ഇന്ന് പ്രത്യേകിച്ച് രംഗോലികളിൽ നിറങ്ങൾ നൽകി പൂക്കൾ കൊണ്ട് അലങ്കരിച്ച് ഗോബെമ്മകൾ വെക്കുന്നു. ജനുവരി 1 രംഗോലി ഇടുന്നത് തെലുങ്ക് നാട്ടിൽ ഒരു പാരമ്പര്യമാണെന്ന് പറയാം. ഇങ്ങനെ രംഗോലി ഇടുന്നതിലൂടെ ലക്ഷ്മിദേവി വീട്ടിലേക്ക് വരുമെന്ന് പണ്ഡിതന്മാർ പറയുന്നു. അതിനാൽ ജനുവരി 1 എല്ലാവരും വീടിന് മുന്നിൽ രംഗോലി ഇടുക. തുളസിത്തറയുടെ അടുത്ത് ചെറിയ പത്മ രംഗോലി ഇട്ടാൽ വളരെ നല്ലതാണ്. ഇന്ന് സ്ത്രീകൾ വീടിന് മുന്നിൽ തുളസിത്തറയുടെ അടുത്ത് രംഗോലി ഇട്ടാൽ വർഷം മുഴുവൻ നിങ്ങളുടെ മേൽ ലക്ഷ്മി കടാക്ഷം ഉണ്ടാകുമെന്ന് മുതിർന്നവർ പറയുന്നു. ജനുവരി 1 ചെയ്യാൻ പാടില്ലാത്ത ചില കാര്യങ്ങളും ഉണ്ട്. അതെന്തെന്നാൽ ജനുവരി 1 അബദ്ധത്തിൽ പോലും മദ്യത്തിന്റെ അടുത്തേക്ക് പോകരുത്. വഴക്കുകൾ ഉണ്ടാക്കരുത്. എന്നാൽ മിക്കവാറും എല്ലാവരും ഈ തെറ്റ് ചെയ്യാറുണ്ട്. പ്രത്യേകിച്ച് പുരുഷന്മാർ. ജനുവരി 1 മദ്യം കുടിക്കാതെ ഇരിക്കുക. വീട്ടിലും പുറത്തും എവിടെയും ആരോടും വഴക്കുകൾ ഉണ്ടാക്കാതെയും വാദപ്രതിവാദങ്ങളിൽ ഏർപ്പെടാതെയും സമാധാനപരമായി ഇരിക്കുക. അല്ലെങ്കിൽ ജനുവരി 1 മദ്യപിച്ച് വഴക്കുണ്ടാക്കിയാൽ നിങ്ങൾക്ക് ഈ പുതുവർഷം ഒട്ടും നല്ലതായിരിക്കില്ല. പലതരം കഷ്ടപ്പാടുകൾ നേരിടേണ്ടി വരും. വർഷം മുഴുവൻ പല പ്രശ്നങ്ങളും നേരിടേണ്ടി വരും. ദയവായി പുരുഷന്മാർ ഈ ഒരു ദിവസം ഉച്ചയ്ക്ക് വഴക്കുകളിൽ നിന്ന് വിട്ടുനിൽക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ജനുവരി 1 ഡിസംബർ 31 ബിരിയാണി കഴിക്കാം. നോൺ വെജ് കഴിക്കാം, തെറ്റില്ല. പക്ഷേ മദ്യം കഴിക്കരുത്. മദ്യപിച്ചാൽ നിങ്ങൾക്ക് വരാനിരിക്കുന്ന പുതുവർഷം ഒട്ടും നല്ലതായിരിക്കില്ല. സർവനാശം സംഭവിക്കും. ശ്രദ്ധിക്കുക. മറ്റൊരു പ്രധാന കാര്യം എന്തെന്നാൽ ജനുവരി 1 ഒരു കാരണവശാലും ചൂൽ വാങ്ങി വീട്ടിൽ കൊണ്ടുവരരുത്. കാരണം ജനുവരി 1 ചൂൽ വാങ്ങി വീട്ടിൽ കൊണ്ടുവന്നാൽ ധനമെല്ലാം നഷ്ടപ്പെടും. പുതുവർഷത്തിൽ സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടാകും. ഇല്ലാത്ത കഷ്ടപ്പാടുകൾ വരുമെന്ന് ശാസ്ത്രങ്ങൾ പറയുന്നു. അതുകൊണ്ട് ജനുവരി 1 ചൂൽ വാങ്ങി വീട്ടിൽ കൊണ്ടുവരരുത്. അതുപോലെ ജനുവരി 1 തലയിൽ എണ്ണ തേക്കരുത്. ദാരിദ്ര്യം വരും. നിങ്ങൾക്ക് വേണമെങ്കിൽ തലേ ദിവസമോ അല്ലെങ്കിൽ അടുത്ത ദിവസമോ തലയിൽ എണ്ണ തേക്കാം. പക്ഷേ ജനുവരി 1 മാത്രം തലയിൽ എണ്ണ തേക്കരുത്. തേച്ചാൽ ദാരിദ്ര്യം വരും. ഇങ്ങനെ ജനുവരി 1 ഈ കാര്യങ്ങൾ ചെയ്യാതെ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് നല്ലതാണ്.
ദോഷം സംഭവിക്കാതെയിരിക്കും. അതുകൊണ്ട് ആരും ജനുവരി 1 ഈ കാര്യങ്ങൾ ചെയ്യരുത്. ജനുവരി ഒരു പുതുവർഷം ആരംഭിക്കുന്ന ദിവസമാണ്. നല്ല കാര്യങ്ങൾ ചെയ്താൽ നല്ലത് സംഭവിക്കുമെന്നും മോശം കാര്യങ്ങൾ ചെയ്താൽ മോശം സംഭവിക്കുമെന്നും എല്ലാവരും വിശ്വസിക്കുന്നു. അതുകൊണ്ട് എല്ലാവരും ജനുവരി 1 കഴിയുന്നത്ര നല്ല കാര്യങ്ങൾ ചെയ്യുന്നു. എന്നാൽ വർഷം മുഴുവൻ നല്ലതാകണമെങ്കിൽ ജനുവരി 1 2 സാധനങ്ങൾ വാങ്ങി വീട്ടിൽ കൊണ്ടുവരണമെന്ന് മുതിർന്നവർ പറയുന്നുണ്ട്. ആ സാധനങ്ങളിൽ ആദ്യത്തേത് മധുരപലഹാരങ്ങളാണ്. അതെ, ജനുവരി 1 ആരെങ്കിലും 100 അല്ലെങ്കിൽ 200 രൂപ ചെലവഴിച്ച് മധുരപലഹാരങ്ങൾ വാങ്ങി വീട്ടിൽ കൊണ്ടുവന്നാൽ അവർക്ക് വർഷം മുഴുവൻ നല്ലതായിരിക്കും. വർഷം മുഴുവൻ മധുരമായിരിക്കും. കഷ്ടപ്പാടുകൾ ഉണ്ടാവില്ല. മധുരമുള്ള സന്തോഷവാർത്തകൾ കേൾക്കുമെന്ന് ശാസ്ത്ര പണ്ഡിതർ പറയുന്നു. ജനുവരി 1 മധുരപലഹാരങ്ങൾ വാങ്ങി വീട്ടിൽ കൊണ്ടുവന്ന് ആദ്യം വീട്ടിലുള്ളവർ ആ മധുരപലഹാരങ്ങൾ കഴിച്ചു വായ മധുരമാക്കണം. അതിനുശേഷം ബാക്കിയുള്ള മധുരപലഹാരങ്ങൾ നിങ്ങളുടെ വീടിനടുത്തുള്ള ചെറിയ കുട്ടികൾക്ക് വിതരണം ചെയ്യുക. മധുരപലഹാരങ്ങൾ വാങ്ങാൻ കഴിഞ്ഞില്ലെങ്കിൽ കുറഞ്ഞത് വീട്ടിൽ ഏതെങ്കിലും ഒരു മധുര പദാർത്ഥം ഉണ്ടാക്കി ആ പദാർത്ഥം വീടിനടുത്തുള്ള ചെറിയ കുട്ടികൾക്ക് വിതരണം ചെയ്യുക. ജനുവരി 1 ഇങ്ങനെ മധുരപലഹാരങ്ങൾ വാങ്ങി കുട്ടികൾക്ക് നൽകിയാൽ വർഷം മുഴുവൻ പണത്തിന് കുറവുണ്ടാകില്ല. ഇരുന്ന് കഴിച്ചാലും തീരാത്ത ഐശ്വര്യം വരും. വർഷം മുഴുവൻ നിങ്ങളുടെ ജീവിതം മധുരമുള്ളതായിരിക്കും. ഇനി രണ്ടാമത്തെ വസ്തു ഉപ്പ്. ജനുവരി 1 20 രൂപ കൊടുത്ത് കല്ലുപ്പ് പാക്കറ്റ് വാങ്ങിക്കൊണ്ടുവന്നാൽ ലക്ഷ്മി ദേവിയുടെ കൃപ വർഷം മുഴുവൻ നിങ്ങളുടെ വീട്ടിലുണ്ടാകും. കാരണം ഉപ്പ് ലക്ഷ്മി ദേവിക്ക് വളരെ ഇഷ്ടമാണ്. ലക്ഷ്മി ദേവിയും ഉപ്പും കടലിൽ നിന്നാണ് ജനിച്ചത്. അതുകൊണ്ട് അവരെ സഹോദരങ്ങളായി കണക്കാക്കുന്നു. ജനുവരി 1 ഒരു കല്ലുപ്പ് പാക്കറ്റ് വാങ്ങിക്കൊണ്ടുവന്ന് അടുക്കളയിൽ വെച്ച് ആ ഉപ്പ് പാചകത്തിൽ ഉപയോഗിച്ചാൽ നല്ല ആരോഗ്യവും ഐശ്വര്യവും ലഭിക്കും. അതുമാത്രമല്ല, ജനുവരി 1 ഉപ്പ് പാക്കറ്റ് വാങ്ങി വീട്ടിൽ കൊണ്ടുവരുന്നത് വഴി ലക്ഷ്മി കടാക്ഷത്താൽ വർഷം മുഴുവൻ നിങ്ങൾക്ക് പണത്തിന് കുറവുണ്ടാകില്ല. അതുകൊണ്ട് ജനുവരി 1 എല്ലാവരും ഈ 2 വസ്തുക്കളും വാങ്ങി വീട്ടിൽ കൊണ്ടുവന്ന് ശുഭഫലങ്ങൾ നേടുക. ജീവിതത്തിൽ പണം മാത്രം പ്രധാനമല്ലെന്ന് പലരും പറയാറുണ്ട്. എന്നാൽ എല്ലാറ്റിനേക്കാളും പ്രധാനപ്പെട്ടവയിൽ പണവും ഉൾപ്പെടുന്നു. ഒന്നാണെന്ന് പറയുന്നതിൽ അതിശയോക്തിയില്ല. ഈയിടെയായി എന്തൊക്കെ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും പണമാണ് പ്രധാനമായി മാറിയിരിക്കുന്നത്. കാരണം മനുഷ്യരുടെ ജീവിതത്തിൽ മിക്കവാറും അവർക്ക് വരുന്ന ബുദ്ധിമുട്ടുകളും ചിന്തകളും പണവുമായി ബന്ധപ്പെട്ടതാണ്. പണമില്ലെങ്കിൽ ലക്ഷ്മി നമ്മുടെ കൂടെയില്ലെങ്കിൽ ചിലപ്പോൾ സ്വന്തക്കാർ പോലും നമ്മളിൽ നിന്ന് അകന്നുപോകും. ഇത്തരം സാമ്പത്തിക പ്രശ്നങ്ങൾ വരാതിരിക്കാനും പുതിയ വർഷത്തിൽ പണം നന്നായി ലഭിക്കാനും ലക്ഷ്മിയുടെ അനുഗ്രഹം വേണം. നിങ്ങൾക്ക് പുതിയ വർഷത്തിൽ ലക്ഷ്മിയുടെ അനുഗ്രഹം ലഭിക്കണമെങ്കിൽ ജനുവരി 1 പ്രത്യേക നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കണമെന്ന് ജ്യോതിഷ് പണ്ഡിതന്മാർ പറയുന്നു. കാരണം ജനുവരി 1 ശരിയായ രീതിയിൽ സന്തോഷത്തോടെ ആഘോഷിച്ചാൽ വർഷം മുഴുവൻ ശരിയായ രീതിയിൽ സന്തോഷത്തോടെ കടന്നുപോകുമെന്ന് എല്ലാവരും വിശ്വസിക്കുന്നു. പ്രത്യേകിച്ച് ഈ വർഷം ജനുവരി 1 സ്ത്രീകൾ മഞ്ഞ നിറത്തിലോ പിങ്ക് നിറത്തിലോ ഉള്ള സാരിയോ വസ്ത്രങ്ങളോ ധരിച്ചാൽ വർഷം മുഴുവൻ നന്നായിരിക്കുമെന്ന് ശാസ്ത്രങ്ങൾ പറയുന്നു. വിവാഹിതരായ സ്ത്രീകൾ ജനുവരി 1 ഈ നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിച്ചാൽ നിങ്ങളുടെ ഭർത്താവിന് അപമൃത്യു ദോഷങ്ങൾ വരില്ല. നിങ്ങളുടെ ഭർത്താവിന് നല്ലത് സംഭവിക്കും. നിങ്ങളുടെ ഭർത്താവ് തൊടുന്നതെല്ലാം സ്വർണം പോലെ മാറും. അതിനാൽ ഇന്ന് സ്ത്രീകൾ നിർബന്ധമായും ഈ നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുക. ജനുവരി 1 പുതിയ വസ്ത്രങ്ങൾ ധരിക്കുന്നത് വളരെ നല്ലതാണ്. പുതിയ വസ്ത്രങ്ങൾ ഇല്ലെങ്കിൽ കഴുകി വൃത്തിയാക്കിയ നല്ല വസ്ത്രങ്ങൾ ധരിച്ചാലും മതി. എന്നാൽ ഇന്ന് അബദ്ധത്തിൽ പോലും കഴുകാത്ത വസ്ത്രങ്ങൾ ധരിക്കരുത്. ഇന്ന് കഴുകാത്ത വസ്ത്രങ്ങൾ ധരിച്ചാൽ വർഷം മുഴുവൻ ദാരിദ്ര്യം അനുഭവിക്കേണ്ടി വരും. അതിനാൽ ഇന്ന് വൃത്തിയുള്ള വസ്ത്രങ്ങൾ ധരിക്കുക.
അവയും മഞ്ഞ നിറത്തിലോ പിങ്ക് നിറത്തിലോ അല്ലെങ്കിൽ ഈ രണ്ട് നിറങ്ങളുടെയും സംയോജനത്തിലോ ഉള്ള വസ്ത്രങ്ങൾ ധരിച്ചാൽ വർഷം മുഴുവൻ നല്ലതായിരിക്കും. പ്രത്യേകിച്ച് സ്ത്രീകൾ ജനുവരി 1 ഈ നിറങ്ങളിലുള്ള സാരികൾ ധരിച്ചാൽ ദീർഘസുമംഗലി യോഗം ഉണ്ടാകും. ഭർത്താവിന് അദ്ഭുത രാജയോഗം ലഭിക്കും. പുതുവർഷത്തിൽ ഭർത്താവിന്റെ വരുമാനം വളരെയധികം വർദ്ധിക്കും. ഭർത്താവിന് അപാരമായ ഐശ്വര്യയോഗവും ധനയോഗവും ലഭിക്കും. സാരികൾ മാത്രമല്ല, ഡ്രസ്സുകൾ ധരിക്കുന്നവരും ജനുവരി 1 ഈ നിറങ്ങളിലുള്ള ഡ്രസ്സുകൾ ധരിച്ചാൽ വർഷം മുഴുവൻ നല്ലതായിരിക്കും. അതുകൊണ്ട് എല്ലാ സ്ത്രീകളും ജനുവരി 1 മഞ്ഞയോ പിങ്കോ നിറത്തിലുള്ളതോ അല്ലെങ്കിൽ ഈ രണ്ട് നിറങ്ങളുടെയും കോമ്പിനേഷനിലുള്ളതോ ആയ വസ്ത്രങ്ങൾ ധരിക്കുക. സ്ത്രീകൾ മാത്രമല്ല, പുരുഷന്മാരും കുട്ടികളും മുതിർന്നവരും എല്ലാവരും ഈ ദിവസം ഈ നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിച്ചാൽ ഈ പുതുവർഷം നല്ലതായിരിക്കും. ഈ വർഷത്തിൽ ഒരു ബുദ്ധിമുട്ടുകളും നഷ്ടങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകാതെ സന്തോഷത്തോടെ ഇരിക്കാൻ കഴിയും. എന്നാൽ ഒരു കാര്യം ഓർമ്മിക്കുക, ഒരു കാരണവശാലും ജനുവരി 1 കറുപ്പ്, നീല, വയലറ്റ് നിറങ്ങളിലുള്ള വസ്ത്രങ്ങൾ ധരിക്കരുത്. ജനുവരി 1 ഈ നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിച്ചാൽ വർഷം മുഴുവൻ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. പുതുവർഷം ഒട്ടും നല്ലതായിരിക്കില്ല. അതുകൊണ്ട് ആരും ജനുവരി 1 ഈ നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കരുത്. ബുദ്ധിമുട്ടുകൾ ക്ഷണിച്ചു വരുത്തരുത്. ഇനി ഈ ദിവസം സ്ത്രീകൾ ഏത് നിറത്തിലുള്ള വളകൾ ധരിക്കണം എന്നതിലേക്ക് വന്നാൽ ചുവപ്പ്, പിങ്ക്, മഞ്ഞ ഈ 3 നിറങ്ങളിൽ ഏത് നിറത്തിലുള്ള വളകളും ധരിക്കാവുന്നതാണ്. ജനുവരി 1 ഈ നിറത്തിലുള്ള വളകൾ ധരിച്ചാൽ വർഷം മുഴുവൻ നിങ്ങൾക്ക് നല്ലതായിരിക്കും. ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകില്ല. ഒരുപക്ഷേ ബുദ്ധിമുട്ടുകൾ വന്നാൽ ആ ബുദ്ധിമുട്ടുകളെ നേരിടാനുള്ള ശക്തി ദൈവം നൽകും. അതുകൊണ്ട് സ്ത്രീകൾ ഈ ജനുവരി 1 ഈ നിറത്തിലുള്ള വളകൾ ധരിക്കരുത്. മഞ്ഞ അല്ലെങ്കിൽ പിങ്ക് ഈ 2 നിറങ്ങളിലുള്ള വസ്ത്രങ്ങളോ ഈ 2 നിറങ്ങളുടെ കോമ്പിനേഷനിലുള്ള വസ്ത്രങ്ങളോ ധരിക്കുക. ഇന്ന് നിങ്ങൾ ധരിക്കുന്ന വസ്ത്രങ്ങളിൽ കറുപ്പ്, നീല, വയലറ്റ് നിറങ്ങൾ കുറവായിരിക്കാൻ കഴിയുമെങ്കിൽ തീരെ ഇല്ലാതിരിക്കാൻ ശ്രദ്ധിക്കുക. ജനുവരി 1 അതായത് വർഷം ആരംഭിക്കുന്ന ദിവസം കഴിയുന്നത്രയും എല്ലാവരും പുതിയ വസ്ത്രങ്ങളോ നല്ല വസ്ത്രങ്ങളോ ധരിക്കാൻ ശ്രമിക്കുക. അതുകൊണ്ട് സ്ത്രീകളും പുരുഷന്മാരും എല്ലാവരും ഓർമ്മിച്ചുകൊണ്ട് ജനുവരി 1 ഈ നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിച്ച് നല്ല ഫലങ്ങൾ നേടുക. ഇനി 2026 നിങ്ങൾക്ക് അപ്രതിരോധ്യമായ ഭാഗ്യം ഉണ്ടാകണമെങ്കിൽ, നിങ്ങളുടെ വീട്ടിൽ ധനവർഷം ഉണ്ടാകണമെങ്കിൽ ജനുവരി 1 ഒരു വൃക്ഷത്തെ സ്പർശിക്കണമെന്ന് ശാസ്ത്രങ്ങൾ പറയുന്നു. കാരണം നമ്മുടെ പ്രകൃതിയിൽ നിരവധി രഹസ്യങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ട്. ഹിന്ദുക്കൾ എല്ലാ ജീവികളിലും ദൈവത്തെ കണ്ടു. അതുകൊണ്ടാണ് പശുക്കൾ പോലുള്ള പൂജനീയ മൃഗങ്ങളായത്. അതുപോലെ ചില പർവ്വതങ്ങൾ പുണ്യസ്ഥലങ്ങളായി, ചില നദികൾ പുണ്യനദികളായി. അവയ്ക്ക് ആ പവിത്രത എങ്ങനെ ലഭിച്ചു എന്ന് വിവരിക്കുന്ന കഥകളും പുരാണങ്ങളിലുണ്ട്. അതുപോലെ മരങ്ങളിലും ദൈവത്തെ കണ്ടു. ചില മരങ്ങളിൽ ദേവതാ വൃക്ഷങ്ങൾ ഉണ്ടായിരുന്നു. യഥാർത്ഥത്തിൽ മരങ്ങൾ ഭൂമിയിൽ സൗരോർജം ആഗിരണം ചെയ്യുന്ന കേന്ദ്രങ്ങളിൽ ഒന്നാണ്. അവ നമുക്ക് കായ്കളും പഴങ്ങളും പൂക്കളും ഔഷധങ്ങളും നൽകുന്നതിനോടൊപ്പം വിറക് പോലുള്ളവ നൽകി മനുഷ്യരാശിയുടെ നിലനിൽപ്പിന് വളരെയധികം സഹായിക്കുന്നു. എന്നാൽ മരങ്ങൾക്ക് മനുഷ്യരെ പോലെ സന്തോഷവും ദുഃഖവും ഉണ്ടാകുമെന്ന് മനു പറഞ്ഞിട്ടുണ്ട്. അത് ആധുനിക ശാസ്ത്ര രീതിയും തെളിയിച്ചിട്ടുണ്ട്. ഭാരതീയ ഋഷിമാരും ചില വൃക്ഷങ്ങളെ പവിത്രമായി കണക്കാക്കിയിരുന്നു. ആര്യവേപ്പ് ഉൾപ്പെടെയുള്ള മരങ്ങളോടൊപ്പം പ്രകൃതി ശക്തികളെയും പൂജിച്ചിരുന്നു. ദേവത വൃക്ഷങ്ങളായി കണക്കാക്കുന്ന ചിലതിന് അത്ഭുതകരമായ ഔഷധ ശക്തികൾ ഉണ്ടെന്നത് ഒരു പ്രത്യേകതയാണ്. അങ്ങനെ വർഷങ്ങളായി മാറാത്ത ദുർവാശിയുള്ള രോഗങ്ങൾ പോലും ഔഷധങ്ങൾക്ക് കുറയും. എന്നാൽ ചില ചെടികളെ സ്പർശിച്ചാൽ ദൗർഭാഗ്യവും ദാരിദ്ര്യവും മാറുമെന്ന് നമ്മുടെ ശാസ്ത്രങ്ങൾ പറയുന്നു. അതുമാത്രമല്ല, ചിലതരം ചെടികളുടെ അടുത്ത് പോയി നിന്നാൽ മതി മനഃശാന്തി ലഭിക്കും. മറ്റു ചിലതരം ചെടികളുടെ അടുത്ത് പോയി ശ്വാസം വലിച്ചാൽ ആരോഗ്യം മെച്ചപ്പെടുമെന്ന് ആയുർവേദ ഗ്രന്ഥങ്ങൾ പറയുന്നു. അതുകൊണ്ട് ചെടികൾ വളരെ പ്രധാനപ്പെട്ടവയാണ്. ഓരോ ചെടിയും മഹത്തരമാണ്. ഓരോന്നിനും
അതിൻ്റേതായ പ്രത്യേകതയുണ്ട്. ഈ ഭൂമിയിൽ ഉപയോഗശൂന്യമായ ചെടി എന്നൊന്നില്ല. നമ്മൾ കളകളായി കാണുന്ന ചെടികളിൽ നിന്ന് പോലും ആയുർവേദത്തിൽ പലതരം മരുന്നുകൾ ഉണ്ടാക്കുന്നു. ഓരോ തരം ചെടിക്കും ഓരോ തരം പ്രത്യേകത ഉണ്ടാകും. അതുകൊണ്ടാണ് മരങ്ങളുടെ മഹത്വം തിരിച്ചറിഞ്ഞ് നമ്മുടെ ഷിമാർ മരങ്ങളെ നമ്മുടെ സംസ്കാരത്തിന്റെ ഒരു ഭാഗമാക്കിയത്. മരങ്ങളെ പൂജിക്കാൻ പറഞ്ഞു. ഇനി ഈ ജനുവരി 1-ാം തീയതി നിങ്ങൾ ഒരു പ്രത്യേക മരത്തിൽ സ്പർശിക്കുന്നത് വഴി നിങ്ങളുടെ വിധി മാറും എന്ന് ശാസ്ത്രങ്ങൾ പറയുന്നു. ആ മരം മറ്റൊന്നുമല്ല, നമുക്കെല്ലാവർക്കും വളരെ പ്രിയപ്പെട്ടതും വളരെ പവിത്രവുമായ മാമ്പഴമരം. അതെ, നിങ്ങൾ കേട്ടത് അക്ഷരം പ്രതി സത്യമാണ്. മാമ്പഴമരം എന്നാൽ കായ്കളും പഴങ്ങളും നൽകുന്ന മരം മാത്രമല്ല, അത് സാക്ഷാൽ ഒരു ദേവതാ വൃക്ഷമാണ്. കലിയുഗത്തിൽ നമ്മുടെ ആഗ്രഹങ്ങൾ നിറവേറ്റാൻ അവതരിച്ച കൽപ്പ വൃക്ഷമാണ് മാമ്പഴമരം. ഹിന്ദുധർമ്മത്തിൽ മാമ്പഴമരത്തിനുള്ള പ്രാധാന്യം ചെറുതല്ല. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഇല്ലയോ, നമ്മുടെ വീട്ടിൽ ഏത് ചെറിയ പൂജ നടന്നാലും, കല്യാണം നടന്നാലും, ഗൃഹ പ്രവേശം നടന്നാലും വാതിലിൽ മാമ്പഴത്തോരണം കെട്ടാതെ ആ ചടങ്ങ് ആരംഭിക്കില്ല. കലശത്തിൽ മാമ്പഴ ഇലകൾ വെക്കാതെ ദൈവം ആവാഹിക്കപ്പെടില്ല. കാരണം മാമ്പഴമരത്തിന് അതീന്ദ്രിയ ശക്തികളും ദൈവിക ശക്തികളും ഉണ്ട്. ഇത് നെഗറ്റീവ് ഊർജ്ജത്തെ പ്രതികൂല ശക്തിയെ അകറ്റി പോസിറ്റീവ് ഊർജ്ജത്തെ അനുകൂല ശക്തിയെ ആകർഷിക്കുന്നു. നമ്മുടെ പുരാണങ്ങൾ അനുസരിച്ച് അഷ്ടൈശ്വര്യങ്ങൾ നൽകുന്ന ലക്ഷ്മിദേവിക്ക് മാവിനോട് വലിയ പ്രീതിയുണ്ട്. എവിടെയാണോ മാവ് പച്ചയായി തഴച്ചു വളരുന്നത് അവിടെ ലക്ഷ്മിദേവി സ്ഥിരമായി വസിക്കുമെന്ന് മുതിർന്നവർ പറയാറുണ്ട്. അങ്ങനെയുള്ള മഹത്വമുള്ള മാവിനെ വർഷത്തിലെ ആദ്യ ദിവസം സ്പർശിക്കുന്നതിലൂടെ നിങ്ങളുടെ ജാതകത്തിലുള്ള ദാരിദ്ര്യം മുഴുവൻ ഇല്ലാതാകും. പുതുവർഷത്തിൽ നിങ്ങൾക്ക് പണത്തിന് കുറവ് വരാതിരിക്കണമെങ്കിൽ, കടബാധ്യതകൾ തീരണമെങ്കിൽ, ചെയ്യുന്ന ബിസിനസ്സിൽ ലാഭം വരണമെങ്കിൽ ഈ ചെറിയ കാര്യം തീർച്ചയായും ചെയ്യുക. മാവിനെ സ്പർശിക്കുന്നതിലൂടെ ലക്ഷ്മിദേവിയുടെ അനുഗ്രഹം നിങ്ങളുടെ മേൽ മഴ പോലെ വർഷിക്കും. നിങ്ങൾ വേണ്ടെന്ന് പറഞ്ഞാലും പണം നിങ്ങളെ തേടിയെത്തും. പുതുവർഷത്തിൽ പണം മാത്രം എന്ന നിലയിലേക്ക് നിങ്ങളുടെ അവസ്ഥ മാറും. ഏത് ജോലി ചെയ്താലും അത് സ്വർണമായി മാറും. അതിനാൽ നിങ്ങൾ ജനുവരി 1-ാം തീയതി രാവിലെ ഉണരുക. വൃത്തിയുള്ള തലസ്നാനം ചെയ്ത് കഴുകി വൃത്തിയാക്കിയ വസ്ത്രങ്ങൾ ധരിക്കുക. കറുത്ത വസ്ത്രങ്ങൾ ധരിക്കരുത്. അതിനുശേഷം നിങ്ങളുടെ വീട്ടിലെ പൂജാമുറിയിൽ വിളക്ക് കൊളുത്തി സങ്കല്പം പറയുക. അനന്തരം ഒരു ചെമ്പ് പാത്രത്തിലോ ഓട്ടുപാത്രത്തിലോ ശുദ്ധമായ വെള്ളം എടുക്കുക. അതിൽ ഒരു നുള്ള മഞ്ഞളും കുങ്കുമവും ചേർക്കുക. ഇപ്പോൾ ആ വെള്ളം എടുത്ത് നിങ്ങളുടെ വീടിനടുത്തുള്ള ഏതെങ്കിലും മാവിൻ ചുവട്ടിലേക്ക് പോകുക. അത് നിങ്ങളുടെ പറമ്പിലായാലും ക്ഷേത്രത്തിലായാലും റോഡരികിലായാലും. മരത്തിന്റെ പ്രായം പ്രശ്നമല്ല, മാവ് ആയാൽ മതി. മരത്തിനടുത്തെത്തിക്കഴിഞ്ഞാൽ ആദ്യം ചെരുപ്പുകൾ അഴിച്ചുവെച്ച് ആ മരത്തിന്റെ ചുവട്ടിൽ നിങ്ങൾ കൊണ്ടുവന്ന വെള്ളം ഭക്തി ശ്രദ്ധയോടെ ഒഴിക്കുക. വെള്ളം ഒഴിക്കുമ്പോൾ മനസ്സിൽ ലക്ഷ്മീദേവിയെ സ്മരിക്കുക. ശേഷം 2 കൈകളും കൂപ്പി ആ വൃക്ഷ രാജ്യത്തിന് സാഷ്ടാംഗ നമസ്കാരം അല്ലെങ്കിൽ സാധാരണ നമസ്കാരം ചെയ്യുക. ഓ മാവിൻ വൃക്ഷമേ, നീ സാക്ഷാൽ ദേവതാ സ്വരൂപമാണ്. എനിക്കുള്ള സാമ്പത്തിക കഷ്ടപ്പാടുകളെല്ലാം നീങ്ങണം. പുതിയ വർഷം എനിക്ക് അഖണ്ഡ ഐശ്വര്യവും ആനന്ദവും നൽകണം എന്ന് മനസ്സുരുകി പ്രാർത്ഥിക്കുക. ഇപ്പോൾ നിങ്ങളുടെ വലത് കൈകൊണ്ട് ആ മാവിനെ 11 തവണ സ്പർശിക്കണം. ഇത് വളരെ പ്രധാനമാണ്. 11 എന്നത് വളരെ ശക്തമായ സംഖ്യയാണ്. ഓരോ തവണയും മരത്തെ സ്പർശിക്കുമ്പോൾ ഓം ശ്രീ മഹാലക്ഷ്മിയെ നമ എന്ന മന്ത്രമോ അല്ലെങ്കിൽ ഓം ഓം നമോ നാരായണായ എന്ന മന്ത്രമോ അതല്ലെങ്കിൽ ജയ് ശ്രീറാം എന്നോ ജപിക്കുക. ഇങ്ങനെ 11 തവണ ആ മരത്തെ സ്പർശിക്കുന്നതിലൂടെ ആ മരത്തിലുള്ള അത്ഭുതകരമായ പ്രാണശക്തിയും ദൈവിക ശക്തിയും നിങ്ങളുടെ കൈകളിലൂടെ നിങ്ങളുടെ ശരീരത്തിലേക്ക് പ്രവേശിക്കുന്നു. നിങ്ങളിലുള്ള ദുർഭാഗ്യം നീങ്ങി ഭാഗ്യം പ്രവേശിക്കുന്നു. ഇങ്ങനെ 11 തവണ സ്പർശിച്ച ശേഷം ഉടൻ തിരികെ
വീട്ടിലേക്ക് വരരുത്. ആ മാവിന്റെ ചുവട്ടിൽ അതിന്റെ തണലിൽ കുറഞ്ഞത് 5 മുതൽ 10 മിനിറ്റ് വരെ ശാന്തമായി ഇരിക്കുക. കണ്ണുകൾ അടച്ച് നിശബ്ദമായി ധ്യാനം ചെയ്യുക. മാവിൽ നിന്ന് വരുന്ന കാറ്റിൽ ഔഷധഗുണങ്ങൾ ഉണ്ട്. അതുപോലെ ആത്മീയ തരംഗങ്ങളും ഉണ്ട്. അവ നിങ്ങളുടെ മനസ്സിനെയും ശരീരത്തെയും ശുദ്ധീകരിക്കും. നിങ്ങളുടെ ഉത്കണ്ഠ, ഭയം, സമ്മർദ്ദം എല്ലാം ഇല്ലാതാകും. പുതിയ വർഷം വരുന്നു. അതിനുശേഷം സാവധാനം എഴുന്നേറ്റ് തിരിഞ്ഞു നോക്കാതെ വീട്ടിലേക്ക് വരുക. ഇങ്ങനെ നിങ്ങൾ ജനുവരി 1-ാം തീയതി ചെയ്താൽ ഇനി വരുന്ന വർഷത്തിൽ നിങ്ങളെ തടയാൻ ആരും ഉണ്ടാകില്ല. ധനലക്ഷ്മി നിങ്ങളുടെ കൂടെ താണ്ഡവം ചെയ്യും. കഷ്ടപ്പാടുകളും കണ്ണീരും നിങ്ങളുടെ അടുത്തേക്ക് പോലും വരില്ല. അത്രയും ശക്തിയുള്ള വൃക്ഷമാണ് മാമ്പഴം. അതുകൊണ്ട് എല്ലാവരും ജനുവരി 1 ഈ വൃക്ഷത്തെ തൊട്ട് നല്ല ഫലങ്ങൾ നേടി സന്തോഷത്തോടെ ജീവിക്കുക. ഇന്ന് ചില കറികൾ അബദ്ധത്തിൽ പോലും പാചകം ചെയ്യരുത് എന്ന് ശാസ്ത്രങ്ങൾ പറയുന്നുണ്ട്. കാരണം കറികൾക്കും ഗ്രഹങ്ങൾക്കും മനുഷ്യന്റെ ജാതകങ്ങൾക്കും വളരെ അടുത്ത ബന്ധമുണ്ട്. പ്രത്യേകമായ ഇത്തരം ദിവസങ്ങളിൽ ചില കഴിക്കാൻ പാടില്ലാത്ത കറികൾ കഴിച്ചാൽ ആ കറികൾ കാരണം കഷ്ടപ്പാടുകൾ കൂടുതലായി വരും. ജാതകത്തിൽ ദോഷങ്ങൾ ഉണ്ടാകും. ഇതുപോലെയുള്ള കാരണം ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ വഴക്കുകൾ, കയ്യിൽ പണമില്ലാതെ പോകുക തുടങ്ങിയവ സംഭവിക്കാറുണ്ട്. അതുകൊണ്ട് ഇന്ന് പാചകം ചെയ്യാൻ പാടില്ലാത്ത കറികളിൽ ആദ്യത്തേത് വെണ്ടയ്ക്കയാണ്. ഇന്ന് വെണ്ടയ്ക്ക കഴിച്ചാൽ ചിലതരം ഗ്രഹദോഷങ്ങൾ ഉണ്ടാകും. ഇല്ലാത്ത ബുദ്ധിമുട്ടുകൾ വർഷം മുഴുവൻ വന്നുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് ഇന്ന് വെണ്ടയ്ക്ക കറിയോ ഫ്രൈയോ പരിപ്പ് ചാറിൽ ചേർത്തോ ഒരു രൂപത്തിലും കഴിക്കരുത്. ഇന്ന് വെണ്ടയ്ക്ക പാകം കഴിക്കുന്നത് നിങ്ങൾക്ക് ജന്മജന്മാന്തരങ്ങളിലെ ദാരിദ്ര്യം പിടിപെടാൻ കാരണമാകും. അതുകൊണ്ട് വെണ്ടയ്ക്ക അബദ്ധത്തിൽ പോലും ഇന്ന് പാകം ചെയ്യരുത്, കഴിക്കരുത്. അതുപോലെ ഇന്ന് വെള്ളരിക്കയും കഴിക്കരുത്. ജനുവരി 1 വെള്ളരിക്ക പാകം ചെയ്താൽ ചിലതരം ദാരിദ്ര്യ ദോഷങ്ങൾ ചുറ്റിപ്പറ്റും. പുതിയ വർഷം വളരെ ശുഭകരമായി ആരംഭിക്കണം. അതുകൊണ്ട് വെള്ളരിക്ക പാകം ചെയ്യരുത് ഒരു രൂപത്തിലും. ഇന്ന് വെള്ളരിക്ക കഴിക്കരുത്. അടുത്ത കറി പാവയ്ക്ക കറിയാണ്. നമ്മുടെ ജീവിതം വർഷം മുഴുവൻ മധുരമുള്ളതായിരിക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. എന്നാൽ കയ്പുള്ള പാവയ്ക്ക ജനുവരി 1 പാകം ചെയ്താൽ വർഷം മുഴുവൻ കഷ്ടപ്പാടുകളും കയ്പുള്ള അനുഭവങ്ങളും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് വായ മധുരമാക്കേണ്ട ഈ ദിവസം പാവയ്ക്ക പാകം ചെയ്യരുത്. അതുപോലെ ഉലുവയും ഒരു കറികളിലും ഉപയോഗിക്കരുത്. ഉലുവക്കറിയും ജനുവരി 1 കഴിക്കരുത്. അതുപോലെ ഇന്ന് മത്തങ്ങയും കഴിക്കാൻ പാടില്ല. മത്തങ്ങ ഹൽവയുടെ രൂപത്തിലോ മധുരപലഹാരങ്ങളുടെ രൂപത്തിലോ അല്ലെങ്കിൽ മത്തങ്ങ പുളിശ്ശേരിയുടെ രൂപത്തിലോ മത്തങ്ങ ദപ്പളത്തിന്റെ രൂപത്തിലോ വടയുടെ രൂപത്തിലോ ഇങ്ങനെ പാചകം ചെയ്യാറുണ്ട്. എന്നാൽ മത്തങ്ങയും നാളെ കഴിക്കാൻ പാടില്ല. പിന്നീട് കൂൺ അല്ലെങ്കിൽ മഷ്റൂംസ് അടുത്തിടെയായി പലരും ഇത് കഴിക്കാറുണ്ട്. എന്നാൽ ഇത് നോൺ വെജ് രുചിയോട് സാമ്യമുള്ളതാണ്. അതുകൊണ്ട് പവിത്രമായ വർഷത്തിലെ ആദ്യ ദിവസം ഇത് പാചകം ചെയ്യാൻ പാടില്ല. ദോഷം സംഭവിക്കും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്തെന്നാൽ സാധാരണയായി നമ്മൾ പച്ച ചെറുപയർ വളരെ ആരോഗ്യകരമാണെന്ന് കൂടുതലായി ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി എന്നിവയും മസാലകളും ഉപയോഗിക്കരുത്. ഇവ രാജസിക, താപസിക ഗുണങ്ങളെ വർദ്ധിപ്പിക്കുന്നു. ഇതുകാരണം മനസ്സിന് ശാന്തത നഷ്ടപ്പെടുന്നു. ഇവയോടൊപ്പം ഇന്ന് നോൺ വെജും കഴിക്കരുത്. പലരും അറിയാതെ ഇന്ന് മാംസാഹാരം കഴിക്കാറുണ്ട്. മാംസം, ബിരിയാണികൾ, മീൻ, ചെമ്മീൻ, ഞണ്ട് എന്നിങ്ങനെയുള്ള ഒരുതരം നീച്ച പദാർത്ഥങ്ങളും ജനുവരി 1 കഴിക്കരുത്. പൂർണ്ണമായും ഒഴിവാക്കണം. സാധാരണയായി ന്യൂ ഇയർ എന്ന് പറയുമ്പോൾ എല്ലാവരും ചിക്കൻ ബിരിയാണികളും മട്ടൻ ബിരിയാണികളും വാങ്ങി കഴിക്കാറുണ്ട്. എല്ലാവർക്കും പങ്കുവെക്കാറുമുണ്ട്. എന്നാൽ ആർക്കും അറിയാത്ത ഒരു കാര്യം എന്തെന്നാൽ ജനുവരി 1 മാംസാഹാരം കഴിക്കാൻ പാടില്ല. കഴിച്ചാൽ 7 ജന്മങ്ങളിലെ ദാരിദ്ര്യം ഉണ്ടാകുമെന്ന് ശാസ്ത്രങ്ങൾ പറയുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ
ഡിസംബർ 31 രാത്രി ബിരിയാണികളും നോൺവെജും കഴിക്കാം. എന്നാൽ ജനുവരി 1 മാംസം കഴിക്കാൻ പാടില്ല. ജനുവരി 1 സാധാരണയായി കുട്ടികൾക്ക് അവധി നൽകാറുണ്ട്. മുതിർന്നവർക്കും അന്ന് ഏകദേശം അവധി നൽകാറുണ്ട്. കുട്ടികളും മുതിർന്നവരും ഇങ്ങനെ എല്ലാവരും ഈ ദിവസം വീട്ടിൽ ഉണ്ടാകും. ന്യൂ ഇയർ എല്ലാവരും ഒരു വലിയ ഉത്സവം പോലെ ആഘോഷിക്കുന്നതുകൊണ്ട് എല്ലാവരും കഴിക്കുന്നതിനായി ഈ ദിവസം സ്ത്രീകൾ നോൺവെജ് പാചകം ചെയ്ത് നൽകാറുണ്ട്. ചിക്കൻ ബിരിയാണി, മട്ടൻ ബിരിയാണി, മീൻ, ചെമ്മീൻ, ഞണ്ട് ഇങ്ങനെ. ജനുവരി 1 എല്ലാവരും എന്തെങ്കിലും ഒരു നോൺവെജ് പാചകം ചെയ്ത് കഴിക്കാറുണ്ട്. അമ്പലത്തിൽ പോകുന്നവർ പോകും. അമ്പലത്തിൽ പോയി വന്നതിന് ശേഷം നോൺ വെജ് പാചകം ചെയ്ത് കഴിക്കാറുണ്ട്. എന്നാൽ ഓർക്കുക, ഈ ദിവസം ഒരു സാഹചര്യത്തിലും നോൺ വെജ് കഴിക്കാൻ പാടില്ല. വീട്ടിൽ പാചകം ചെയ്തത് എന്നല്ല, പുറത്ത് പാചകം ചെയ്തോ ആണെങ്കിലും ഈ ദിവസം ഒരു തരത്തിലുള്ള നോൺ വെജും തൊടാൻ പാടില്ല. ബിരിയാണികൾ, നൂഡിൽസ്, പക്കോട, മഞ്ചൂരിയ, ഫ്രൈഡ് റൈസ് ഇങ്ങനെ ഒരു രൂപത്തിലും നോൺ വെജ് കഴിക്കാൻ പാടില്ല. മാംസം ചേർത്ത ഒരു ഭക്ഷണവും ഈ ദിവസം കഴിക്കാൻ പാടില്ല. ജനുവരി 1 പലരും കുട്ടികളെ വിനോദത്തിനായി പുറത്തു കൊണ്ടുപോയി നൂഡിൽസ് സ്റ്റാളുകളിലോ മാളുകളിലോ മറ്റേതെങ്കിലും സ്ഥലത്തോ നോൺവെജ് വിഭവങ്ങൾ വാങ്ങിക്കൊടുക്കാറുണ്ട്. എന്നാൽ ദയവായി അങ്ങനെ ചെയ്യരുത്. ഇന്ന് നോൺവെജിന്റെ അടുത്തേക്ക് പോകരുത്. വേണമെങ്കിൽ നിങ്ങൾക്ക് പുറത്ത് പോയി വെജ് വിഭവങ്ങൾ കഴിക്കാം, അതിൽ തെറ്റില്ല. പക്ഷേ നോൺവെജ് ചേർത്തോ കഴിക്കരുത്. ഇന്ന് മുട്ട പോലും കഴിക്കരുത്. ഇന്ന് ഏതെങ്കിലും രൂപത്തിൽ മാംസാഹാരം കഴിച്ചാൽ ആ ദാരിദ്ര്യം ഒരു വർഷം മുഴുവൻ നിങ്ങളോടൊപ്പം ഉണ്ടാകും. ദുരിതങ്ങൾ അനുഭവിക്കേണ്ടി വരുമെന്ന് ശാസ്ത്രങ്ങൾ പറയുന്നു. അതിനാൽ ഇന്ന് ആരും നോൺവെജ് കഴിക്കരുത്. വീട്ടിലോ പുറത്തോ എവിടെയും ഒരു രൂപത്തിലും കഴിക്കരുത്. ആഗ്രഹിച്ചു കഷ്ടപ്പാടുകൾ വരുത്തിവെക്കരുത്. വെണ്ടയ്ക്ക, വെള്ളരി, കൈപ്പക്ക, മത്തങ്ങ, കൂൺ, ചെറുപയർ, കോവയ്ക്ക, നോൺവെജ് ഈ കറികൾ ജനുവരി 1 കഴിക്കരുത്. കഴിച്ചാൽ ഒരു വർഷം മുഴുവൻ പല കഷ്ടപ്പാടുകളും അനുഭവിക്കേണ്ടി വരും. ഇനി നിങ്ങളുടെ ഇഷ്ടം പോലെ എല്ലാവരും ഇന്ന് ഈ ഭക്ഷണ നിയമങ്ങൾ നിർബന്ധമായും പാലിക്കുക. വർഷത്തിലെ ആദ്യ ദിവസം ജനുവരി 1 തീയതി വീട്ടിൽ ഈ ഇലയുടെ മുകളിൽ ദീപം വെച്ചാൽ മതി. വർഷം മുഴുവൻ അപാരമായ ഐശ്വര്യയോഗം അനുഭവിക്കും. പണത്തിന് കുറവുണ്ടാകില്ല. ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം ലഭിക്കും. അഷ്ടൈശ്വര്യങ്ങൾ ലഭിക്കും. കഷ്ടപ്പാടുകളെല്ലാം ഇല്ലാതാകും. ധനലാഭം ലഭിക്കും. ജനുവരി 1 ഈ ഇലയുടെ മുകളിൽ ദീപം തെളിയിച്ചാൽ വീട് മുഴുവൻ സ്വർണ്ണമയമാകും. വീട് മുഴുവൻ ഐശ്വര്യത്താൽ പ്രകാശിക്കുമെന്ന് പണ്ഡിതന്മാർ പറയുന്നു. ഈ ജനുവരി 1 തീയതി പകൽ സമയത്ത് ഏതെങ്കിലും ഒരു സമയത്ത് ശിവനെ പൂജിക്കുക. ഇന്ന് ശിവനെ പൂജിച്ചാൽ വർഷം മുഴുവൻ ഒരു കഷ്ടപ്പാടുകളും വരാതെ ആ ശിവൻ തന്നെ നോക്കിക്കൊള്ളുമെന്ന് മുതിർന്നവർ പറയുന്നു. ഇങ്ങനെ ശിവനെ പൂജിക്കുമ്പോൾ മനോഹരമായി കൂവളത്തിലയിൽ ദീപം വെച്ചാൽ വർഷം മുഴുവൻ ഐശ്വര്യം ഉണ്ടാകും. ശിവന്റെ അനുഗ്രഹത്താൽ അഷ്ടൈശ്വര്യങ്ങൾ സിദ്ധിക്കും. കഷ്ടപ്പാടുകളെല്ലാം മാറി ധനലാഭം ഉണ്ടാകും. വീട് മുഴുവൻ സ്വർണ്ണമയമാകും. കൂവളത്തിലയിൽ ദീപം എങ്ങനെ തെളിയിക്കാമെന്ന് നോക്കാം. ആദ്യം ഒരു കൂവള ഇല എടുക്കുക. 3 ഇതളുകളുള്ള നല്ല ഇല എടുക്കുക. അതായത് കീറലുകളോ പുഴുക്കളോ ഇല്ലാത്ത നല്ല ഇല എടുക്കുക. ശേഷം ആ ഇല ഒരു പ്ലേറ്റിൽ വെക്കുക. ഈ കൂവളത്തിലയിൽ ചന്ദനവും കുങ്കുമവും കൊണ്ട് പൊട്ടുകൾ ഇടുക. ശേഷം ഈ ഇലയുടെ മുകളിൽ ഒരു വിളക്ക് വെച്ച് എള്ളെണ്ണയോ പശുവിൻ നെയ്യോ ഒഴിച്ച് 5 തിരികൾ ഇട്ട് അഗർബത്തിയോ ഏക ആരതിയോ ഉപയോഗിച്ച് ദീപം തെളിയിക്കുക. ശേഷം ഈ ദീപത്തിന് പൂക്കളും അക്ഷതങ്ങളും സമർപ്പിച്ച് ഒരു ചെറിയ ശർക്കര കഷ്ണം നിവേദിക്കുക. ഇങ്ങനെ ജനുവരി 1 തീയതി കൂവളത്തിലയിൽ ദീപം വെക്കുന്നത് വഴി വർഷം മുഴുവൻ നിങ്ങൾക്ക് നല്ലത് വരും. കാരണം കൂവളത്തിലകൾ ശിവൻ വളരെ ഇഷ്ടമാണ്. കൂവളമരത്തിന്റെ മഹിമയെക്കുറിച്ച് ശിവപുരാണം വിശദീകരിക്കുന്നു. ലക്ഷ്മീദേവി വലത് കൈകൊണ്ട് സൃഷ്ടിച്ച വൃക്ഷമാണ് കൂവളമരം. അതുകൊണ്ടാണ് ആ വൃക്ഷത്തിൽ കായ്ക്കുന്ന കായെ ശ്രീഫലം എന്ന് വിളിക്കുന്നത്. സൃഷ്ടിയിൽ കൂവളമരത്തിന് ഒരു പ്രത്യേകതയുണ്ട്.
അതെന്തെന്നാൽ പൂവിടാതെ കായ്ക്കുന്നു. കൂവളത്തിന്റെ ഇതൾ 3 അതുകൊണ്ടാണ് ത്രിദളം. ത്രിഗുണാകാരം ത്രിനേത്രം ച ത്രിയുധം. ത്രിജന്മ പാപസംഹാരം ഏകബിൽവം ശിവാർപ്പണം എന്ന് സ്മരിക്കുന്നത്. നമ്മുടെ ശാസ്ത്രത്തിൽ 5 ലക്ഷ്മി സ്ഥാനങ്ങൾ ഉണ്ടെന്ന് പറയുന്നു. അതിൽ കൂവളത്തില ഒന്നാണ്. കൂവള മരത്തിന് പ്രദക്ഷിണം ചെയ്താൽ 33 കോടി ദേവതകൾക്ക് പ്രദക്ഷിണം ചെയ്തതിന് തുല്യമാണ്. ഇത്രയും പവിത്രമായ കൂവള ഇലയിൽ ജനുവരി 1-ാം തീയതി ദീപം തെളിയിച്ചാൽ വർഷം മുഴുവൻ ഐശ്വര്യം ഉണ്ടാകും. തികച്ചും രാജയോഗം ലഭിക്കും. ലക്ഷ്മിദേവിയുടെ അനുഗ്രഹം ലഭിക്കും. ശിവാനുഗ്രഹവും സിദ്ധിക്കും. അഷ്ടൈശ്വര്യങ്ങൾ ലഭിക്കും. അതുകൊണ്ട് എല്ലാവരും ജനുവരി 1 കൂവള ഇലയിൽ ദീപം തെളിയിച്ച് വർഷം മുഴുവൻ ശുഭങ്ങൾ നേടി സന്തോഷത്തോടെ കുട്ടികളോടൊപ്പം ജീവിക്കുക.